ഭാരതത്തിലെ വലിയ കണക്കെടുപ്പ് ജാതിയും സംസ്കാരവും. നിങ്ങളുടെ ഐഡന്റിറ്റി ഒരു ചെറിയ ബോക്സിൽ എഴുതാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെന്ന് സങ്കല്പിക്കുക. ചിലർ അവരുടെ ഉപജാതി എഴുതിയേക്കാം, ചിലർ പ്രാദേശികമായ വിളിപ്പേരുകൾ എഴുതാം, മറ്റു ചിലർ ഒരു പൊതുവിഭാഗത്തെ രേഖപ്പെടുത്തിയേക്കാം. ഇതാണ് ഇന്ത്യ ഇന്ന് നേരിടുന്ന വലിയ കടങ്കഥ. വരാനിരിക്കുന്ന ദേശീയ സെൻസസിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ജാതി തിരിച്ചുള്ള കണക്കെടുപ്പ് ഉൾപ്പെടുത്തിയേക്കാം എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. എന്നാൽ ഇവിടെ ഒരു വെല്ലുവിളിയുണ്ട്. ഒരു വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കാതെ ആയിരക്കണക്കിന് വ്യത്യസ്ത പേരുകളെ എങ്ങനെ കണക്കാക്കും? 2011 സോഷ്യോ എക്കണോമിക് ആൻഡ് സെൻസസിൽ ജനങ്ങൾ 46 ലക്ഷത്തിലധികം വ്യത്യസ്ത ജാതി പേരുകളാണ് രേഖപ്പെടുത്തിയത്. ഇത് പരിഹരിക്കാൻ വെറും സ്വയം പ്രഖ്യാപനത്തിന് പകരം ഭാഷാപരവും സാംസ്കാരികവുമായ അടയാളങ്ങൾ ഉപയോഗിക്കാനാണ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. ഇതിനെ ഒരു സമൂഹത്തിനു വേണ്ടിയുള്ള DNA ടെസ്റ്റ് പോലെ കരുതാം. ഒരു പേരിനെ അതിന്റെ മുഖവിലയ്ക്ക് മാത്രം എടുക്കുന്നതിന് പകരം രജിസ്ട്രാർ ജനറൽ ഓഫീസ് ഒരു ബഹുതല പരിശോധനാ സംവിധാനം ഉപയോഗിക്കും. ഇതിനർത്ഥം നിങ്ങളുടെ മാതൃഭാഷ, പരമ്പരാഗത കുടുംബ തൊഴിൽ, കൂടാതെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള നിങ്ങളുടെ ബന്ധുക്കൾ എന്നിവയെല്ലാം പരിശോധിക്കപ്പെടും എന്നാണ്. ഉദാഹരണത്തിന്, ഒരു വിഭാഗം പഞ്ചാബിൽ സാൻസി എന്നും ഗുജറാത്തിൽ ചാര എന്നും അറിയപ്പെട്ടേക്കാം. അവർ യഥാർത്ഥത്തിൽ ഒരേ ചരിത്രമുള്ള ഒരേ വിഭാഗമാണെന്ന് തിരിച്ചറിയാൻ ഭാഷാപരമായ അടയാളങ്ങൾ സഹായിക്കുന്നു. ഇവിടെയാണ് ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അവരുടെ വലിയ പദ്ധതിയായ പീപ്പിൾ ഓഫ് ഇന്ത്യ പ്രൊജക്റ്റും കടന്നുവരുന്നത്. വൈവിധ്യമാർന്ന ഈ പേരുകളെ ശാസ്ത്രീയമായി ഗ്രൂപ്പ് ചെയ്യാൻ നരവംശാസ്ത്രപരമായ വിവരങ്ങൾ ഉപയോഗിക്കുന്ന മികച്ച ഫാക്ട് ചെക്കർമാരായി അവർ പ്രവർത്തിക്കുന്നു.